ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ OnePlus 13s കുറിച്ചാണ്. നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ റീസെൻ്റ്ലി 2 ദിവസം സാധനം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. നമ്മളതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ സംഭവമൊക്കെ നമ്മൾ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ. അപ്പോൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ പോയിൻറ്റ്സ് വൈസ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രോസും കോൺസും തന്നെയാണ് കേട്ടോ. നോർമലി ഞാനൊരു ഫോൺ വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ നോർമലി ചെക്ക് ചെയ്യുന്ന 4-5 പോയിന്റുകളുണ്ട്. അതായത് ആദ്യത്തെ സാധനം ഡിസ്പ്ലേ, പിന്നെ നമ്മുടെ പെർഫോമൻസ്, പിന്നെ നമുക്ക് ക്യാമറ, പിന്നെ നമുക്ക് ബാറ്ററി, പിന്നെ നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ്. അപ്പോൾ ഈ 5 പോയിന്റ്സാണ് മെയിൻ 5 പോയിന്റ്സിലാണ് നോർമലി നമ്മൾ നോക്കേണ്ടത്. എന്താ വെച്ചാൽ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഇതാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ച് ക്യാമറ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട 5 പോയിന്റ്സുകൾ ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ നോക്കുന്നതും ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് അറിയായിരിക്കും, ഞാൻ കുറേ പ്രൊഡക്ട്സ് ഇതേപോലെ വാങ്ങിക്കാറുണ്ട്. നമ്മൾ ഈ വീഡിയോ പർപ്പസിന് വേണ്ടി നമ്മൾ ഇഷ്ടംപോലെ വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ OnePlus നമ്മൾ 13 അൺബോക്സ് ചെയ്തതാണ്, 13s അൺബോക്സ് ചെയ്യാണ്, 13R അൺബോക്സ് ചെയ്താണ്. 13s എനിക്ക് ഹോൾഡ് ചെയ്യാൻ അധികം പറ്റിയില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ പ്രൈമറി ഫോണായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വീഡിയോ സമയത്ത് സാധനം കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ അത് വാങ്ങിച്ചാലും വിചാരിച്ചത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടോ. അത് ഞാൻ നോർമലി ഇതേപോലെ വാങ്ങിച്ചിട്ട് സെല് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പിക്സൽ 9 ഇപ്പോഴും സെയിലായിട്ടില്ല കേട്ടോ. ഒരെണ്ണം മാത്രം സെയിലായിട്ടുള്ളൂ. അതിനോട് ഉണ്ട്. ബാക്കി ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് പറഞ്ഞു വന്നത്, ഇതിൻ്റെ ശരിക്കും ഞാനിത് വാങ്ങിക്കാത്ത മെയിൻ കാരണങ്ങൾ ഈ കോൺസിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്. ഞാൻ 13 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 13R വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നിങ്ങൾക്ക് പ്രൈസ് അറിയായിരിക്കും. 54,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിത്ത് ICICI കാർഡ് അല്ലെങ്കിൽ കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 49,999 50,000 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. 12 GB 256 GB വരുന്നുണ്ട്. അപ്പോൾ ഒരു 50,000 റേഞ്ചിൽ നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ഫോണാണോ? നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു പ്രോസും കോൺസും നോക്കി നോക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ കോണുകൾ പറയാം, അല്ലെങ്കിൽ വേണ്ട പ്രോസ് ആദ്യം പറയാം. നമുക്ക് നല്ല കാര്യത്തിൽ തുടങ്ങാം എന്തായാലും ആദ്യമായിട്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോസ് എന്ന് പറയാനുള്ള ആദ്യത്തെ സാധനം പെർഫോമൻസ് തന്നെയാണ്. നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് വരുന്നത്. ഇതിൻ്റെ AnTuTu സ്കോറൊക്കെ ഓൾമോസ്റ്റ് 25 ലാക്ക് ഒക്കെ ഓൾമോസ്റ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പെർഫോമൻസ് ആണ്. കമ്പാരിറ്റീവ്ലി നിങ്ങളിപ്പോൾ OnePlus 13 13R ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറവാണ്. പക്ഷേ എന്നാലും 13R കുറച്ചുകൂടി കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഇത് കോമ്പാക്ട് ഫോണാണ്. അത് കുട്ടി ഫോണാണല്ലോ, 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവ് എന്തായാലും ഈ എല്ലാ കോമ്പാക്ട് ഫോണുകൾക്കും നമുക്കിപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 888 പ്ലസ് വരുന്ന സാധനത്തിൻ്റെ AnTuTu സ്കോർ ബെഞ്ച് മാർക്ക് കിട്ടില്ല. പിന്നെ ബെഞ്ച് മാർക്ക് വലിയ കാര്യമൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു അൽഗോരിതം ബേസ്ഡ് സ്കോറാണ്. അതല്ലാണ്ട് അത് കണ്ടിട്ട് എല്ലാ സംഭവവും തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് തന്നെ നമ്മുടെ ഈ പിക്സൽ സാധനം ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിൻ്റെ AnTuTu സ്കോർ 10,000 അല്ലേ. അപ്പോൾ 1 ലക്ഷമൊക്കെ 1 മില്യണൊക്കെയാണ്. അതായത് പിന്നെയും തെറ്റിപ്പോയി 10 ലക്ഷമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിലിട്ട് ടെൻസറിൻ്റെ G4 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഈ ഒരു 70,000-75,000 രൂപ ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? ഭയങ്കര സ്ലോ ആയിരിക്കും. ഒരു സ്ലോ അല്ല കേട്ടോ, നല്ല ഫാസ്റ്റാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒപ്റ്റിമൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത ഫാസ്റ്റാണ്. പിന്നെ ഇതിൽ AI ഫീച്ചേഴ്സൊക്കെ വന്നതിനുണ്ട്. മഴയൊക്കെ പിന്നെ നമ്മുടെ വാൾപേപ്പറുമേ ഇതേപോലത്തെ കുറേ ഞാനിതിൽ Android 16 ഇൻസ്റ്റാൾ ചെയ്തൊക്കെ എന്താണ്. അപ്പോൾ ഇത് ഒരു കിടിലൻ സാധനമുണ്ട്. ഇതിൽ ഒരു എന്താ പറയുക പെർഫോമൻസ് ഇഷ്യൂ സംഭവം നമ്മൾ നോട്ടീസേ ചെയ്യില്ല. എക്സെപ്റ്റ് നിങ്ങൾ ഹൈ എൻഡ് ഗെയിമൊക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യും. അല്ലാത്ത പക്ഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ മെയിൻ പ്രോസുകളാണ്. അപ്പോൾ ആദ്യത്തെയാണ് പെർഫോമൻസ്. രണ്ടാമത്തെ നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത് 5850 mAh ബാറ്ററി സിലിക്കൺ കാർബൺ ബാറ്ററിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6000 mAh ബാറ്ററിയുടെ അത്രയ്ക്ക് വരുന്നുണ്ട്. ആ ഒരു കോമ്പാക്ട്നെസ്സിൽ ഇത്രയും ബാറ്ററി ഒരു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 80 വാട്ടിൻ്റെ ചാർജിങ് വരുന്നുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 മണിക്കൂറൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കോമ്പാക്ട് ഫോണുകളിൽ ധാരാളം തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ പിക്സലിനായിട്ടൊക്കെ കൂടുതലാണ്, S25 കൂടുതലാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് കോമ്പാക്ട്നെസ് ആണ്. ബിൽഡ് ക്വാളിറ്റി, കോമ്പാക്ട്നെസ് എല്ലാം കിടിലൻ തന്നെയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല കോമ്പാക്ട്നെസ് ആണ്. ഒരു ഐഫോൺ ഫിനിഷ് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കട്ട ഐഫോൺ ഇങ്ങനെ അതിൻ്റെ സൈഡൊക്കെ ഭയങ്കര പ്ലെയിൻ ഫ്രെയിം ആയിട്ടുള്ള സംഭവമൊക്കെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പിക്സൽ 9 അതുപോലെ തന്നെയാണ്. അപ്പോൾ അതേ ഒരു ഡിസൈൻ ഫോം തന്നെയാണ് ഇവരും ഫോളോ ചെയ്തേക്കുന്നത്. എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര ഹൈപ്പ് കിട്ടിയാൻ കാരണം OnePlusൻ്റെ ആദ്യത്തെ ഒരു കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ടാണ്. അതാണ് അടുത്തൊരു എന്താ പറയുക പ്രോസ് എന്ന് പറയാനുള്ളത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി കിടലിനാണ്, അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. നിങ്ങൾക്ക് ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറായിരിക്കും. പക്ഷേ ഈ ഡിസ്പ്ലേയിൽ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. ഞാൻ അത് കോൺസിൽ പറയാം കേട്ടോ. അത് നമുക്ക് എന്തായാലും ഒരു ക്വിക്കായിട്ട് പറഞ്ഞു പോകാം. പിന്നെ നമുക്ക് ബേസ് വേരിയൻറ്റ് 12 GB 256 GB വരുന്നത്.
12 GB റാം എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ 2025 ഒരു ഫോൺ എടുക്കുന്നതാണെങ്കിൽ അതിൽ 12 GB റാം ഉണ്ടോ എന്ന് മിനിമം ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസും സംഭവമൊന്നും നമുക്ക് ഗെയിമിങ്ങിൻ്റെ സമയത്തൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഗെയിം അത്യാവശ്യം കുറച്ച് ഗെയിം ഞാൻ നോർമലി അങ്ങനെ ഗെയിം കളിക്കാറില്ല, പക്ഷേ ഞാൻ ഗെയിം കളിച്ച് നോക്കിയപ്പോഴും ഹീറ്റിങ്ങും സംഭവമൊന്നുമില്ല. പിന്നെ അടുത്തത് നമ്മുടെ UI ആണ്. ഓക്സിജൻ OS 15 ആണ് വരുന്നത്. ഞാൻ 1 UI കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആൻഡ്രോയിഡ് UI എന്ന് വേണമെങ്കിൽ പറയാൻ സാധനമാണ്. ഓക്സിജൻ OS ഭയങ്കര എന്താ പറയുക സ്മൂത്താണ്, ഫീച്ചേഴ്സ് അനിമേഷൻ ഒടുക്കത്തെ അനിമേഷൻ അങ്ങനത്തെ സംഭവമൊക്കെ ആയിട്ട് വരുന്നത്. എന്നാൽ പിന്നെ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സുകൾ അതൊക്കെ എടുത്ത് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാ AI ഫീച്ചേഴ്സുകളും ഉണ്ട്. നമ്മുടെ OnePlus AI എന്ന് പറഞ്ഞിട്ടാണ് ഒരു വരുന്നത്. മൈൻഡ് സ്പേസ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽസ് സംഭവമൊക്കെ തപ്പിയിട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് മൈൻഡ് സ്പേസ്. നമ്മളതിൽ നിങ്ങൾക്ക് അറിയാം, അതിൽ നമുക്കിപ്പോൾ ഇവർ നമ്മുടെ ഈ ടോഗിൾ സ്വിച്ചൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ആക്ഷൻ ബട്ടൺ പോലത്തെ ഒരു സാധനമാണ്. അതിൽ തന്നെ അവർ ഡീഫോൾട്ടായിട്ട് വരുന്നത് മൈൻഡ് സ്പേസ് എന്ന സംഭവം. അതൊന്നും മാറ്റാൻ പറ്റും, പക്ഷേ മൈൻഡ് സ്പേസ് ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നമ്മുടെ ഗൂഗിളിൻ്റെ എല്ലാ സംഭവങ്ങളും അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ള പ്രോസ്. ഇനി കോൺസിലേക്ക് പോകട്ടോ. മെയിനായിട്ട് കോൺസ് പറയുന്നത് IP68 റേറ്റിംഗ് ഇല്ല, IP65 ഉള്ളൂ. 50,000 രൂപയ്ക്ക് IP65 ഭയങ്കര ഷോക്കാണ്. എന്താ വെച്ചാൽ 30,000 രൂപയുടെ ഫോണിലടക്കം, 30,000 വേണ്ട, 25,000 രൂപയുടെ ഫോണിലടക്കം വേണ്ട, 20,000 രൂപയുടെ ഫോണിലടക്കം നമുക്ക് IP68 ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുക ഒരു ഡീഗ്രഡേഷൻ്റെ കാറ്റഗറിയിൽ പെടുത്താവുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ എന്തിനു പറയുന്നത്, നമ്മുടെ 13R ഉണ്ടായിരുന്നില്ല, IP65 തന്നെയായിരുന്നു. പിന്നെ നമുക്ക് വരുന്നതിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല. ഇപ്പോഴത്തെ മിക്ക എല്ലാ 50,000 മുകളിൽ ഫോണുകൾക്കും അൾട്രാസോണിക് വരുന്നുണ്ട്. പക്ഷേ സ്ലോ എന്നല്ല, പക്ഷേ അത് വരേണ്ടതായിരുന്നു. അതൊരു കോസ്റ്റ് കട്ടിങ് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമുക്കിതിൽ മെയിൻ പ്രോബ്ലം ക്യാമറയാണ്. ഇതിൽ നമുക്ക് 2 ലെൻസാണ് വരുന്നുള്ളൂ. അൾട്രാ വൈഡ് ക്യാമറ ലെൻസ് ഇതിൽ മിസ്സിങ് ആണ്. അത് എനിക്ക് ഭയങ്കര ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അതുകൊണ്ട് അതാണ് ഞാൻ മെയിൻ റീസൺ. പിന്നെ അവരുടെ ഡിസൈൻ മാറ്റിയിട്ടൊന്നും, ഡിസൈൻ പിന്നെയും കുഴപ്പമില്ല. നമ്മുടെ നോർമൽ OnePlus 13 ഡിഫറൻ്റ് ആണ് സാധനം. പക്ഷേ ഡിസൈൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആ ക്യാമറ സെൻസർ ഇല്ലാത്തത് എനിക്ക് തീരെ ഒരു പിടിക്കാത്ത സംഭവമായി പോയി. നമ്മുടെ ഐഫോണിൻ്റെയും ഗൂഗിൾ പിക്സലിൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജി ഇവിടത്തേക്ക് എന്താണെന്ന് തോന്നുന്നുണ്ട്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാലോ. അതാണ് വളരെ മെയിൻ പോയിന്റ് ഞാൻ അത് വാങ്ങിക്കാഞ്ഞത് കാരണം. പിന്നെ നമുക്കിതിലുള്ളത് നമ്മുടെ ഒരു ടെലിഫോട്ടോ ലെൻസ് ക്യാമറയാണ് ഉള്ളത്, രണ്ടാമത്തെ ക്യാമറ. അത് പക്ഷേ 2x ഉള്ളൂ കേട്ടോ. അത് വേറൊരു പ്രോബ്ലമാണ് നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ പോലെ. പിന്നെ അതിൽ USB നമ്മുടെ വരുന്നത് 2 ആണ് വരുന്നത്. അതും ഒരു ഡൗൺഗ്രേഡാണ്. പിന്നെ മെയിനായിട്ട് ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ ഭയങ്കര മോശമാണ്. ഒരു ഗൊറില്ല ഗ്ലാസ് ഒരു സംഭവമില്ല, അവരുടെ ഡയമണ്ട് ഗ്ലാസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തോ സംഭവമാണ്. അത് പക്ഷേ ഒരു നമ്മുടെ ടെമ്പർ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ മാത്രമല്ല കേട്ടോ. സ്ക്രാച്ച് നമ്മുടെ നമ്മുടെ ടെമ്പർ ഗ്ലാസ്സിലൊക്കെ സ്ക്രാച്ച് പെട്ടെന്നാവില്ലേ, അത്യാവശ്യം ഹെവിയുള്ള സാധനങ്ങളൊക്കെ വന്നാൽ അല്ലെങ്കിൽ പൊട്ടില്ലേ, അതേ ഒരു പ്രൊട്ടക്ഷനായി ഈ സാധനത്തിൽ വരുന്നുള്ളൂ. അത് ഭയങ്കര ഡ്രോബാക്കാണ്. അതൊരു അതുമൊക്കെ ഭയങ്കരമായിട്ട് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഇല്ല, അതാണ് വേറൊരു കോൺ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കോണുകളാണ് മെയിനായിട്ടുള്ള കാരണം ഞാൻ ഈ ഫോൺ വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ഞാനിത് ഫോൺ വാങ്ങിച്ചിട്ട് അൺബോക്സിങ് സംഭവമൊക്കെ ചെയ്തതാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് നമ്മൾ മിക്ക ഇറങ്ങിയ ഫോണുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് എന്താ വെച്ചാൽ ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നതാട്ടോ. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല. യൂട്യൂബിൽ നിന്ന് മാങ്ങ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനത് പറഞ്ഞതെന്ന് മാത്രം. നമ്മുടെ ഒരു പാഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്തു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 50,000 രൂപയുടെ റേഞ്ചിൽ ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക എന്താ പറയണ്ടേ, ഇതിൻ്റെ ഒരു ഇതിനെ ഒരു എല്ലാം വേറെ ഫോൺ 50,000 രൂപയ്ക്ക് റേഞ്ചിൽ വേറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ളത് പിന്നെ IQൻ്റെ 13 ആണ്. അത് പറയുമ്പോൾ ഇതിനകത്തും സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് പ്രോബ്ലംസുകളുണ്ട് അതിൽ. മെയിനായിട്ട് അത് ഗെയിമിംഗ് ഫോണൊക്കെയാണ്, അതുകൊണ്ട് കുറേ പേര് അങ്ങനെ പ്രിഫർ ചെയ്യണമെന്നില്ല. പക്ഷേ ക്യാമറയ്ക്ക് ഇതിനകത്തും ബെറ്റർ ആണ് കേട്ടോ നമ്മുടെ നമ്മുടെ ഇതിൽ ഈ സാധനത്തിൽ. അപ്പോൾ അത് ഞാൻ അടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി കോമ്പറ്റീഷൻ വരുന്നത് ഈ സാധനങ്ങളൊക്കെ ഈ 2-3 നമ്മുടെ IQ 13 വരുന്നുണ്ട് 54 രൂപയ്ക്ക്. IQൻ്റെ 12 കിട്ടുന്നുണ്ട് 40-45 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് IQ ബ്രാൻഡ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം. പക്ഷേ OnePlus എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡ് സെക്ടറിൽ വരുന്നതാണല്ലോ. കുറേ പേര് Xiaomi 15 വാങ്ങിക്കാത്തത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ Xiaomi എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് കാറ്റഗറി ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 60,000 രൂപയുടെ ഫോൺ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ ആൾക്കാർക്ക് കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറേ പേര് നമുക്ക് ഇതായിട്ട് കമൻറ്റ് ചെയ്ത് വരാറുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത് മാത്രമല്ല കേട്ടോ. പക്ഷേ സാധനം നല്ല കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. എക്സെപ്റ്റ് നിങ്ങൾ ക്യാമറ കാര്യമായിട്ട് എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നാമത് 13R ക്യാമറയും ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്നൊരു ക്യാമറ പെർഫോമൻസ് അവർ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്തേക്കും വിത്ത് അപ്ഡേറ്റ്സ്. എന്താ വെച്ചാൽ അതിന് സ്പെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ റീസൺ എന്താണെന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഈ പ്രാവശ്യത്തെ OnePlus ഡിവൈസുകളൊക്കെ ക്യാമറയിൽ കുറച്ച് വീക്ക് എന്ന് വേണമെങ്കിൽ പറയട്ടെ. എന്താ വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വീക്കാന്ന് പറയുള്ളൂ, അല്ലാണ്ട് മോശം എന്നല്ല പറഞ്ഞത്. ഇതിൻ്റെ ഒരു ലെൻസ് കുറവുള്ളത് എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി. ഈ ഐഫോൺ തുടങ്ങിയ ഒരു ഉടായ്പ സാധനമാണ് അത്.
അത് എല്ലാവരും ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് സാംസങ് S25 അവരുടെ നോർമൽ സീരീസിൽ 3 ഇത് കൊടുക്കുന്നുണ്ട്. അതന്നെ ഭാഗ്യം. അല്ലെങ്കിൽ നോർമലി എല്ലാം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും എന്തെങ്കിലും ഒരു എന്താ പറയുക കമ്പനിക്ക് ലാഭം കിട്ടുന്ന പരിപാടി വന്നാൽ അതാണല്ലോ എല്ലാവരും ഫോളോ ചെയ്തത്. ഐഫോൺ അല്ല ആപ്പിളുകാർ എന്താ പറയുക നമ്മുടെ ചാർജർ എടുത്ത് കളഞ്ഞു. അത് എല്ലാ ബ്രാൻഡും ഫോളോ ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് ലാഭം കിട്ടുന്ന പരിപാടിയാണത്. അപ്പോൾ അതൊരു ഫോളോ ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അതാണ് മെയിൻ പ്രശ്നം. ഇത് ആദ്യം തുടങ്ങി വെക്കുന്നത് അവന്മാരാണ് തല്ലിക്കൊല്ലുണ്ടായത്. അതാണ് കുഴപ്പം. എല്ലാ ഉടായ്പ സാധനങ്ങളും തുടങ്ങി വെക്കുന്നത് ഈ ആപ്പിൾക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ടീം കുക്ക് വന്നതിന് ശേഷം അവന്മാർ കാശിൻ്റെ പിന്നാലെ ഫുള്ള്. അല്ലാണ്ട് പണ്ടൊക്കെ ആപ്പിൾ ബ്രാൻഡ് ഇങ്ങനെ ആയിരുന്നില്ല, ഒരു കസ്റ്റമേഴ്സിൻ്റെ പിന്നാലെ ആയിരുന്നു ആദ്യം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവർ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഭയങ്കര ഓഫേഴ്സ്, നോ കോസ്റ്റ് EMI. അവർ ഫുൾ പ്രൊമോട്ട് ചെയ്യുന്നത് നോ കോസ്റ്റ് EMI. ഇന്ത്യയിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കാശ്. എല്ലാവരും കുറേ ബോധമില്ലാത്ത ഫാൻ ബോയ്സുകളും കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതെടുത്ത് കഴിഞ്ഞാൽ എന്തോ മാങ്ങ കിട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള കാശില്ലാത്ത കാശൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഈ സാധനം EMIയിലും സംഭവമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുള്ളതുകൊണ്ട് ആ ടീം കുക്ക് വന്നതിന് ശേഷമാണ് മെയിനായിട്ട് ഇങ്ങനെ ആയതിട്ട്. അതിന് ശേഷം ഇങ്ങനെ ആയിരുന്നില്ല സാധനം. നല്ല എന്താ പറയുക, ഈ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ഒരു ബ്രാൻഡായിരുന്നു സാധനം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സർവീസ് ഒന്നാമത് നിങ്ങൾക്ക് അറിയായിരിക്കും, അവരുടെ ഡയറക്റ്റ് സർവീസ് ഒന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയിലുണ്ട്, ആകെ ഡൽഹിയിലും മുംബൈയിലും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഏജൻസി ത്രൂ ആണ്. അപ്പോൾ അത് അവിടെ പോയി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഏജൻസികളുകാരൊക്കെ അറിയാം. ഒരു ചെക്ക് ചെയ്യാൻ പോയി തന്നെ 2500 വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞിട്ട് തരില്ല. അതെന്ന് വെച്ചാൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത് വാങ്ങിക്കുന്ന ആൾക്കാർ അത്രയും റിച്ച് ആയിരിക്കണം. അവരെ നിങ്ങൾക്ക് അറിയിക്കണം. കമ്പാരിറ്റീവ്ലി ആൻഡ്രോയിഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരു സാധനം ഓർഡർ ചെയ്യാൻ പോയി തന്നെ അതിൽ പ്രൈസ് കൂടുതലാണ്. അവരുടെ റീസൺ അതാണ്. ഞങ്ങളുടെ സാധനം വാങ്ങിക്കുന്നവർ പ്രീമിയം ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സർവീസ് അഫോർഡ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പാർട്സ് അഫോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ചാർജ് വെക്കണമെന്നാണ് അവർ പറയുന്നത്. അത് കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. ഇല്ലാത്ത ആൾക്കാർ അത് വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അവരെ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ എന്തായാലും OnePlus 13 കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് OnePlusൻ്റെ ഒരു കോമ്പാക്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാം. ഭയങ്കര ഡ്രോബാക്കോ സംഭവമൊന്നും ഇല്ല. പക്ഷേ ക്യാമറ അതിനാണ് മെയിനായിട്ടൊരു എനിക്ക് ഡ്രോബാക്കായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനത് റെക്കമെൻഡേഷനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു 50,000 ഫോണിൽ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇതന്നെ ഉള്ളൂ. പിന്നെ നല്ല ബ്രാൻഡ്, നല്ല അപ്ഡേറ്റ്സ്, നല്ലൊരു UI. ഇതിൽ എന്താ പറയുക, ഒരു ഗെറ്റാപ്പ് എന്ന സാധനമൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റൂടാ. ഈ വിവോൻ്റെ ഫോണിലത്തെ പോലെ അല്ല, ഡിസേബിൾ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഈ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധനം ക്ലീൻ UI പോലെ തന്നെ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വെർഡിക്റ്റ്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഞാൻ സ്മാർട്ട് ഫോൺ ആക്ച്വൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി. മറക്കേണ്ട, ഡിസ്ക്രിപ്ഷൻ ലിങ്കാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. അടുത്ത കാണാം.